ഡ്രുഷ്ബ പൈപ്പ് ലൈൻ വഴിയുള്ള റഷ്യൻ എണ്ണ വിതരണം നിർത്തിവച്ചതിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ സ്ലോവാക്യ ഉക്രൈനിലേക്കുള്ള അടിയന്തര വൈദ്യുതി വിതരണം നിർത്തിവച്ചു. പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ ഇന്നലെ ഇത് പ്രഖ്യാപിക്കുകയും ഉക്രൈൻ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ പൈപ്പ് ലൈൻ വഴിയുള്ള സ്ലോവാക്യയിലേക്കുള്ള എണ്ണ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ നടപടി നിലനിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം ശക്തമായി തുടരുന്നതിനിടയിൽ യൂറോപ്പിലെ നിർണായകമായ ഊർജ്ജ ഇടനാഴിയെ ചൊല്ലി സ്ലോവാക്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഉക്രൈൻ മണ്ണിലൂടെ കടന്നുപോകുന്ന ഡ്രുഷ്ബ പൈപ്പ് ലൈൻ വഴിയുള്ള റഷ്യൻ എണ്ണ വിതരണം തടസ്സപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ആധാരം. ഇതിന് മറുപടിയെന്നോണം ഉക്രൈന് നൽകി വന്നിരുന്ന അടിയന്തര വൈദ്യുതി വിതരണം സ്ലോവാക്യ പൂർണ്ണമായും റദ്ദാക്കി. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. സ്ലോവാക്യയുടെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിൽ എണ്ണ വിതരണം തടഞ്ഞാൽ സമാനമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. പൈപ്പ് ലൈൻ വഴിയുള്ള എണ്ണ വിതരണം പഴയപടിയാകുന്നതുവരെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കില്ല എന്ന് ഫിക്കോ കടുത്ത ഭാഷയിൽ അറിയിച്ചു. യുദ്ധക്കെടുതിയിൽ തകർന്നടിഞ്ഞ ഉക്രൈന്റെ ഊർജ്ജ മേഖലയ്ക്ക് സ്ലോവാക്യയുടെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാകും. മഞ്ഞുകാലം തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി നിലയ്ക്കുന്നത് ഉക്രൈനിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് സ്ലോവാക്യയുടെ നടപടിയെന്ന് ഒരു ഭാഗം വിമർശിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുൻഗണന എന്ന നിലപാടിലാണ് ഫിക്കോ സർക്കാർ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.